മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വെപ്രാളം എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. പ്രധാനമന്ത്രി സഹകരണ കൊള്ളയെക്കുറിച്ചും മാസപ്പടി വിവാദത്തെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യമാവുന്നത്. അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബിജെപിക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരെ മാത്രമാണ്. നിയമസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള UDF-നെ സംബന്ധിച്ച് ഒരു വിമർശനവും കാര്യമായി മുഖ്യമന്ത്രി നടത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളുടെ കുന്തമുന അദ്ദേഹം തിരിച്ചു വച്ചിരിക്കുന്നത് മോദിയിലേക്കും NDA-യിലേക്കുമാണ്. പ്രധാനമന്ത്രി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് CPM-ന് സംസ്ഥാന വ്യാപകമായി സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർ സമാഹരിച്ച കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി വ്യാജ അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നു. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. സഹകരണ ബാങ്കിലെ പണം തിരിച്ചു കൊടുക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിനെ കളിയാക്കുകയാണ്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് അംബാനിയോ അദാനിയോ അല്ല, ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളും കർഷകരുമാണ്, സാധാരണ മനുഷ്യരാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർ, സ്വർണം പണയം വെച്ചവർ എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ പണമാണ് CPM നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കും, പാർട്ടി നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് തിരിച്ചു കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണോ? അത് തിരിച്ചു കൊടുക്കാനല്ലേ ശ്രീ പിണറായി വിജയനും ശ്രമിക്കേണ്ടത്? മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്തവരെ കയ്യിൽ നിന്ന് തിരിച്ചു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ പാതകമാണോ? മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കളിയാക്കിയിരിക്കുക. മോദിയുടെ ഗ്യാരണ്ടിയാണത്. തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും. കള്ളപ്പണം പിടിച്ചെടുത്ത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി മോദി അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളാണ് അന്വേഷണ ഏജൻസികൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുള്ളത്. അതെല്ലാം ലേലം ചെയ്ത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കും. അതിന് മറുപടി പറയാതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വിമർശിക്കുകയാണ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും മകളും എങ്ങനെ പ്രതിക്കൂട്ടിലായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പകരം പ്രധാനമന്ത്രിക്കും NDA-ക്കും എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയുകയാണ്. പ്രധാനമന്ത്രി ആലത്തൂരിലും കാട്ടാക്കടയിലും പറഞ്ഞ ഒരു വിമർശനത്തിനും ശരിയായ മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് BJP 3-ാം സ്ഥാനത്താവും. ആരാണ് ഈ പറയുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും പരാജയപ്പെട്ടവരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടപടലം പരാജയപ്പെട്ടവരാണ് BJP-യുടെ ഭാവി പ്രവചിക്കുന്നത്. BJP-യുടെ ഭാവി പ്രവചിക്കാൻ മുഖ്യമന്ത്രി ജോത്സ്യനൊന്നും അല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരാണ് പ്രതികരിക്കുന്നത്. വോട്ടർമാരെ എന്തിനാണ് വില കുറച്ച് കാണിക്കുന്നത്? കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ ഇനിയും 10 ദിവസം ബാക്കി നിൽക്കെ എല്ലായിടത്തും BJP പരാജയപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? BJP പരാജയപ്പെടുത്താൻ LDF-കാർ UDF-ന് വോട്ട് ചെയ്യുമെന്നാണോ? പരസ്യമായ ധാരണ ഇവിടെയും ഉണ്ടെന്നാണോ? ഇന്ത്യ മുന്നണി ഇവിടെയും യാഥാർത്ഥ്യമാണെന്നാണോ? BJP-യെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ആവുന്നത്ര പരിശ്രമിക്കും, വേണ്ടതെല്ലാം ചെയ്യും. ഇതാണ് മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത്. BJP-യെ പരാജയപ്പെടുത്തി
LDF-ന് ജയിക്കാനാണോ? അല്ല UDF-നെ വിജയിപ്പിക്കാനാണോ? കേരളത്തിന് വെളിയിലുള്ള പരസ്യമായ IND മുന്നണി കേരളത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. UDF LDF ഐക്യമാണ്. ഒരു വിമർശനവും UDF-നെതിരായി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ മുഴുവൻ NDA-ക്കെതിരാണ്, മോദിക്കെതിരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് NDA-യെ പരാജയപ്പെടുത്താൻ ഇരു മുന്നണികളും കൈകോർക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അത് ഈ നാട്ടിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.